ഗണേഷ് കുമാർ തോറ്റ സന്തോഷത്തിൽ പടക്കം പൊട്ടിച്ചിട്ടുള്ള കുറെ പ്രൈവറ്റ് ബസ്സിന്റെ ഓണേഴ്സും ഡ്രൈവേഴ്സും ക്ലീനേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇപ്പൊ അവരൊക്കെ നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. പൂക്കി വിസ്മയം എന്ന് പറഞ്ഞു നടന്നിരുന്ന ബസ് ഓണേഴ്സ് ഒക്കെ ഇപ്പൊ തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടിരിക്കുക. കോൺഗ്രസിന്റെ തന്നെ പോഷക സംഘടനകളിൽപ്പെട്ട ചില തൊഴിലാളി സംഘടനകള് വി.ഡി. സതീശനെതിരെ ശക്തമായി രംഗത്ത് വരികയാണ്. മുദ്രാവാക്യങ്ങൾക്കിടയിൽ വി.ഡി. സതീശന്റെ പേര് വരുന്ന സമയത്ത് നേതാക്കന്മാര് അയാളെ പിടിച്ച് ഒതുക്കുന്നതും ആ വീഡിയോയിൽ കാണാന്നുള്ളതാണ്. എന്തായാലും ഇരട്ടത്താപ്പോട് കൂടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ നമുക്കൊന്ന് പൊളിച്ചടക്കാം. നുണേഷിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യ നുണ ഇതാ പൊളിയാൻ പോകുന്നു. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി കേരളത്തിൽ അഴിമതി നടത്തുമ്പോൾ ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരാളുങ്കലിലെ ലാഭവും ഊരാളുങ്കലിലെ കമ്മീഷനും ഒക്കെ പോകുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ മോർത്ത് SBD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. ഇങ്ങനെ നിയമസഭയിലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടും തൊലി ഉരിഞ്ഞു നിൽക്കാൻ നാണമില്ലേ എന്റെ പൊന്ന് വി.ഡി. സതീശന്മാരെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ നുണകൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞില്ല, KM ഷാജി പണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ കുറിച്ചിട്ട്. ഒന്ന് കാണാം. ഇപ്പൊ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തായിരുന്ന KM ഷാജി പറഞ്ഞത് കൂടി കേൾക്കാം. അരീക്കോട് പഞ്ചായത്തിലെ ഇടപെടി പോലും ഊരാളുങ്കൽ, കണ്ണാടിപ്പറമ്പിൽ നടക്കുന്ന വർക്ക് പോലും എല്ലാം ഊരാളുങ്കൽ. ഇത് യഥാർത്ഥത്തില് കേരളത്തിലെ അദാനിയാണ് ഈ ഊരാളുങ്കൽ. അദാനി എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നത് എന്നതുപോലെ മുഖ്യമന്ത്രിയുടെയും സഖാക്കളുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിന്റെ അദാനിയാണ് ഈ പറയുന്ന ഊരാളുങ്കൽ എന്ന് പറയുന്നത്. കുടിയേറ്റം ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിലപാട് മാറ്റത്തിന്റെ കാര്യത്തിൽ എന്തൊരു സ്പീഡാ എന്ന് പറയേണ്ടി വരും. അതിപ്പോ മദ്യത്തിന്റെ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റമായാലും ശരി, PM ശ്രീയുമായി ബന്ധപ്പെട്ടായാലും ശരി, ആവാസ് യോജനയുമായി ബന്ധപ്പെട്ടായാലും ശരി, ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടായാലും ശരി, ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു കാത്തിരുന്ന്. പിന്നെ അല്ലേ, കിടക്കുകയാണ്, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണെന്നുള്ളതാണ്. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് എന്താണെന്ന് പറയാം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും വിജയകരവുമായ ഒരു സഹകരണ പ്രസ്ഥാനമാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള ഊരാളുങ്കൽ എന്ന ഗ്രാമം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇതിന്റെ ചരിത്രവും തുടക്കവും ഒക്കെ നമുക്ക് നോക്കാം. സ്ഥാപിതമായത് 1925-ലാണ്. പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്ന വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങൾക്കെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും പോരാടാൻ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിത വരുമാന മാർഗം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. വെറും 14 പേരുമായി 37 പൈസ മൂലധനത്തിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിലെ ചെറിയ റോഡ് പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ സംഘങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ വലിയ പാലങ്ങൾ, ഹൈവേകൾ, ഫ്ലൈ ഓവറുകൾ, IT പാർക്കുകൾ എന്നിവ നിർമ്മാണ ചുമതല ഊരാളുങ്കലിലാണ്. കൃത്യസമയത്ത് മികച്ച ഗുണനിലവാരത്തോടെ പണി പൂർത്തിയാക്കുന്നതിൽ ഇവർക്ക് വലിയ പേരുണ്ട്. IT മേഖല, നിർമ്മാണ മേഖലയ്ക്ക് പുറമെ IT, ഡിജിറ്റൽ സാങ്കേതിക വിദ്യാരംഗത്തും ഇവർ ഇന്ന് സജീവമാണ്. കൃഷി, കരകൗശല നിർമ്മാണം, വിദ്യാഭ്യാസം തുടങ്ങിയ പല മേഖലകളിലേക്കും ഇവർ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ സൊസൈറ്റിയിലെ തൊഴിലാളികൾ തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥരും ഓഹരി പങ്കാളികളും. രാഷ്ട്രീയ ഭരണ വ്യത്യാസങ്ങൾക്ക് അതീതമായി അഴിമതിയില്ലാത്തതും സുതാര്യവുമായ പ്രവർത്തന ശൈലിയാണ് ഊരാളുങ്കലിനെ ജനപ്രിയമാക്കുന്നത്. കേരള സർക്കാരിന്റെ പല പ്രധാന പ്രൊജക്ടുകളും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതും ഇവരെ തന്നെയാണ് എന്നുള്ളതാണ്. ഇതുവരെ ഒരു തരത്തിലുള്ള അഴിമതികളും നടത്താത്തവരെ എന്തിനാണ് UDF ഇങ്ങനെ വേട്ടയാടുന്നത്? എന്തിനാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ വേട്ടയാടുന്നത്? അവസാന നിയമസഭയിൽ തന്നെ അവർക്ക് അത് മാറ്റി പറയേണ്ടി വന്നു. ഇതുപോലെ തന്നെ പഴയ പല വാക്കുകളും പിന്നീട് മാറ്റിപ്പറയേണ്ട അവസ്ഥ നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. തീർന്നില്ല, UDF പ്രവർത്തകരുടെ ആ രോക്ഷം ഒന്നും കൂടി ഒന്ന് കാണാം. ഒരു ഹോസ്പിറ്റൽ പണിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു 25 കോടി രൂപ, ഒരു സ്കൂൾ പണിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു 25 കോടി രൂപ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ചേർന്ന് ഒരു 25 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും 150 കോടി രൂപയുടെ മുകളിൽ വരില്ല. ഈ 750 കോടിയുടെ ബാക്കി കോടി എവിടെയാ പോയി? വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ്. 750 കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തിട്ട് 150 കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്റ്റാണ്. ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തത്.
ഊരാളുങ്കലിനെ പിന്തുണച്ച സർക്കാർ സഭയിൽ ക്രമവിരുദ്ധമായി ഒന്നും ഊരാളുങ്കലിന് നൽകിയിട്ടില്ല എന്ന് മന്ത്രി പി കെ ബഷീർ. ഊരാളുങ്കലിന് വഴിവിട്ട കരാറുകൾ നൽകി എന്ന് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ UDF ആരോപിച്ചിരുന്നു. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികൾ എന്നായിരുന്നു മന്ത്രി പി കെ ബഷീറിന്റെ സർട്ടിഫിക്കറ്റ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഊരാളുങ്കലിനെതിരെ വളരെ ശക്തമായി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നതാണ് UDF. പക്ഷേ ഭരണത്തിലേറിയപ്പോൾ നല്ലത് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്നു. തൊട്ടതൊക്കെ പൊള്ളുകയാണല്ലോ UDF-കാരാ. എന്തുവാടേ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? തൊട്ടാൽ പൊള്ളുന്നത് തൊടാൻ നിൽക്കരുത്. പിണറായി വിജയൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ നുണകളാ പറഞ്ഞത്? അവസാനം പിണറായി വിജയൻ തന്നെയാണ് ശരി എന്ന് നാട്ടുകാർ പറയുന്ന അവസ്ഥയിലേക്ക് മാറിയില്ലേ? UDF പ്രവർത്തകർ പോലും തിരിഞ്ഞു കുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, തിരിഞ്ഞു കുത്തും. 5 വർഷം കഴിയട്ടെ, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകൾ തന്നെ തിരിഞ്ഞു കുത്തിയിരിക്കും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിരീശ്വരവാദികളാണ് എന്ന നുണയാണ് ഇവർ ആദ്യം പറഞ്ഞത്. ജനങ്ങളെ സഹായിക്കാത്തവരാണ് എന്നാണ് പിന്നീട് പറഞ്ഞത്. അഴിമതിക്കാരാണ് എന്നാണ് പിന്നീട് പറഞ്ഞത്. സംഘികളുമൊത്ത് അവര് കൂത്താടി നടക്കുകയാണ് എന്നാണ് പിന്നീട് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതാരാ? സ്വന്തം മുഖത്തേക്ക് തന്നെ ആ വിരൽ ചൂണ്ടേണ്ട അവസ്ഥയാണ് ഇപ്പോ നുണേശന്മാർക്ക് വരുന്നത് എന്നുള്ളതാണ്. തീർന്നിട്ടില്ല. ഇനി വി ഡി സതീശനോട് ഇറങ്ങിപ്പോവാൻ പറയുന്ന കോൺഗ്രസ്സുകാരെ തന്നെ ഒന്ന് കാണിച്ചു തരാം. വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും കൈ പിടിച്ചു മാറ്റുന്നു, ആളെ തള്ളി മാറ്റുന്നു, എന്തൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നതല്ലേ? നാളെ തെരുവിൽ ഒരു കൂട്ടം ആളുകൾ ഇനിയും ഇറങ്ങും. ഇദ്ദേഹത്തിനെ പൂക്കിയാക്കിയ ആളുകളെ തന്നെ നാളെ കൂവി വിളിക്കും. കണ്ടോ, യുവാക്കളെ പറ്റിച്ച് അധികാരത്തിലേറിയ ആളാണ്. അതായത് നിങ്ങൾ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തോളൂ. അന്ന് തന്നെ ഗണേഷ് കുമാർ സാർ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഈ പൊട്ടത്തരത്തിലൊന്നും വീഴാൻ നിൽക്കരുത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് നിയമം ഇവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് മാറ്റം വരുത്താൻ കഴിയുക എന്നുള്ളത്. അത് കേൾക്കാതെ നിങ്ങൾ ഗണേഷ് കുമാറിനെ കൂവി വിളിച്ച് വി ഡി സതീശനെ പൂക്കിയുമാക്കി. ഇപ്പൊ നേരെ തിരിച്ച് വി ഡി സതീശനെ നിങ്ങൾ എല്ലാവരും കൂവി വിളിക്കാൻ പോവുകയാണ്. ഇനി ഇതും കൂടി ഒന്ന് കേട്ടോളൂ. മീഡിയ വണ്ണ് അതാ ഇരുത്തി പൊരിക്കുകയാണ് UDF-നെയും ലീഗുകാരെയും. PMAY പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സർക്കാരും കേന്ദ്രവും തമ്മിൽ വലിയ തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം എന്താണെന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ട പ്രതികരണത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ആളുകളുടെ അവകാശമാണ് അവർക്ക് കൊടുക്കുന്ന വീടുകൾ. അവരുടെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിൽ അവിടെ ഒരു എംബ്ലവും വെക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ എംബ്ലം വെക്കാൻ കഴിയില്ലെങ്കിൽ പണം തരാൻ കഴിയില്ല എന്ന് കേന്ദ്രം പറഞ്ഞു. പണം തന്നില്ലെങ്കിലും വേണ്ട, അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സംഗതികൾ സമ്മതിക്കില്ല എന്നായിരുന്നു നിലപാടെന്ന്. ഇന്നിപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി, UDF മന്ത്രി, അദ്ദേഹം പറയുന്നത് എംബ്ലം വെക്കുന്നതിന്റെ പേരിൽ പണം നമ്മൾ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല എന്നാണ് UDF-ന്റെ നിലപാടെന്ന്. അൺഹെൽത്തി ആയിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള ഒരു തർക്കത്തിനും കേന്ദ്ര സർക്കാരുമായി ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു, എല്ലാ ദിവസവും കേന്ദ്ര സർക്കാരുമായി തർക്കിക്കുന്നതല്ല ഞങ്ങളുടെ സമീപനം, LDF-ന്റെ നയമല്ല ഞങ്ങളുടെ നയം എന്ന് ആവർത്തിക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ പരിപാടികൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്നു ഈ കോബ്രാൻഡിംഗ് പ്രശ്നം. മോദിയുടെ പടം അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതിയുടെ പടം പ്രധാനമന്ത്രിയുടെ പേര് തുടങ്ങിയ സംഗതികളൊക്കെ എഴുതി വെക്കണമെന്നുള്ള നിർദ്ദേശം നിരന്തരമായി വരിക. റേഷൻ കടകളിൽ മോദിയുടെ ചിത്രം വെക്കണം, തെരഞ്ഞെടുക്കപ്പെട്ട റേഷൻ കടകളിൽ മോദിയുടെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കത്തയക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണെന്ന പേരിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിക്കുന്നു. അത് വലിയ തർക്കമായിട്ട് മാറുന്നു. അങ്ങനെ ഫണ്ട് തടഞ്ഞു വെക്കുന്നു. അത് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ പൊതുവിതരണ മേഖലയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അന്നത്തെ സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്ക മേഖലകളിലൊന്ന് ഈ ബ്രാൻഡിംഗ് ഇഷ്യൂ ആയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ KM ഷാജി പറയുന്നു, ആ ബ്രാൻഡിംഗിന്റെ പേരിൽ പണം തടഞ്ഞു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ നയം വേറെയാണെന്ന്. ആളുകളുടെ ആത്മാഭിമാനമാണ് കഴിഞ്ഞ സർക്കാർ ഉയർത്തി കാണിക്കുന്നതെങ്കിൽ ഇത്തവണ ആളുകളുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് സംസാരിക്കാൻ UDF-ന് ബാധ്യതയൊന്നുമില്ലേ? അങ്ങനെ ഒരു പോരാട്ടത്തിനില്ല, മോദിയുമായി ഒരു മുട്ടാൻ ഞങ്ങളില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കുകയാണോ സതീശനും ഷാജിയും അടക്കമുള്ള ആളുകൾ? എങ്ങനെയാണത് ചെയ്യാൻ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അധികാരത്തിലേറാൻ വേണ്ടി പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിക്കുന്നു, നുണ പറഞ്ഞ അധികാരത്തിൽ വരുന്നു. അധികാരത്തിലേറിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ട് തിരുത്തി പറയുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കൊഞ്ഞലം കൊത്തുന്നു. കൊള്ളാല്ലേ? നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ടായിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും, കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾക്ക്, അല്ലെ? പക്ഷെ പിന്നീട് എപ്പോഴോ നരേന്ദ്രമോദിയുടെ ഫോട്ടോ പതുക്കെ ആ സൈറ്റുകളിൽ നിന്നും പോകുന്നു, നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. മുൻപ് ഡൗൺലോഡ് ചെയ്ത ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ടാവും കേട്ടോ, അല്ലാത്ത ആളുകളുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് അടിച്ചു തന്നുള്ള മരുന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങളൊക്കെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ തലയൂരി പല ആളുകളും. അങ്ങനെ പലയിടങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പെട്രോൾ അടിക്കാൻ പമ്പുകളിൽ പോകുന്ന സമയത്ത് അവിടെ നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ കാണാം. അതേപോലെ തന്നെ റേഷൻ കടകളിലും ഫോട്ടോ വെക്കണം എന്നുള്ള ഒരു തിട്ടൂരവും കൊണ്ടുവന്നു. പക്ഷെ ആ തിട്ടൂരങ്ങളെല്ലാം നാലാക്കി മടക്കി അങ്ങ് കക്കൂസും കുഴിയിൽ വലിച്ചെറിഞ്ഞ ആളാണ് പിണറായി വിജയൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇന്നിതാ 1000 നുണകൾ പറഞ്ഞ് ആ നുണയ്ക്ക് മുകളിൽ ഒരു കസേരയും കയറ്റി വെച്ചിരുന്ന്
ഡയലോഗ് അടിക്കുന്ന വി ഡി സതീശനെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. പുച്ഛം, വെറും പുച്ഛം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ.